ഗുഡ് ഈവനിങ് ചേട്ടാ. നീയോ? എന്താ ഈ രാത്രിയിൽ? എന്താ വിശേഷം? അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഈ റിവോൾവറിൽ ആരുടെയെങ്കിലും ഫിംഗർ പ്രിന്റ് പതിഞ്ഞിട്ടുണ്ടോന്ന് നോക്കണം. ആരുടെ റിവോൾവറാണിത്? ഇത് എവിടുന്ന്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ചേട്ടൻ ആദ്യം ഒന്ന് എക്സാമിൻ ചെയ്യും. ചേട്ടൻ പേടിക്കൊന്നും വേണ്ട, ഒരു ക്ലൂ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാ. പേടി ഉണ്ടായിട്ടൊന്നുമല്ല, പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ വരുന്നു, ഒരു റിവോൾവർ കാണിക്കുന്നു, എക്സാമിൻ ചെയ്യാൻ പറയുന്നു. വാട്ട് ഹാപ്പൻ ടു യു? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ചേട്ടൻ വന്നേ. ഇതിൽ പ്രിന്റ് ഉണ്ടല്ലോ. വിരലടയാളത്തിൽ രക്തക്കറയുമുണ്ട്. ഹരി, ഏതായാലും ഒരു പെണ്ണിന്റെ വിരലടയാളമാണ് ഇതിലുള്ളത്. പെണ്ണിന്റെയോ? യെസ്. ഈ തോക്ക് നിനക്ക് എവിടുന്ന് കിട്ടി? ഏത് പെണ്ണാ അത് ഉപയോഗിച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? നീ എന്താന്നും മിണ്ടാത്തത്? ഞാൻ നാളെ വരാം, അപ്പൊ സംസാരിക്കും. അതുവരെ ഈ തോക്ക് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഈ തോക്കോ? അല്ല പുലിവാലും ആവും. ചേട്ടൻ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങി എങ്ങനെ? കുറച്ച് ദിവസത്തിനകം രാജിയുടെയും സുരേഷിന്റെയും കൊലയാളിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇൻസ്പെക്ടർ രാജു പീറ്റർ എന്നോട് പറഞ്ഞത്. രണ്ടും ഒരാൾ തന്നെയാണോ ചെയ്തിരിക്കുന്നത്? അത് വ്യക്തമായിട്ട് പറഞ്ഞില്ല. പോലീസിന് ആരെയാ സംശയം? കൊള്ളാം, അത് അവര് പറയൂ. 2-3 ദിവസത്തിനകം അറസ്റ്റ് നടക്കുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. രാജിക്കും സുരേഷിനും ഒരുപാട് ശത്രുക്കളുണ്ട്. അവരാരെങ്കിലും ആവാം. വേണ്ട. ഫ്രഷ് ലൈം എനിക്ക് വേണ്ട. ഇത്തിരി മുമ്പ് കാപ്പി കുടിച്ചതേ ഉള്ളൂ. ലത പ്ലീസ്. ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ലത ഇതിനു മുമ്പ് ഒന്നും കഴിച്ചിട്ടില്ല. വേണ്ടാഞ്ഞിട്ടാ. ഇറ്റ്സ് എ പ്ലഷർ. പ്ലീസ് പ്ലീസ് കൊടുക്കൂ. സാറിന്? അയ്യോ എനിക്ക് വേണ്ട. എന്നെ 3 ദിവസം മുമ്പ് പട്ടി അടിച്ചതാ. അതെ അതെ അതെ. ഭാഗ്യം ഉണ്ടെങ്കിൽ 2-3 ദിവസത്തിനകം എല്ലാം ക്ലിയർ ആവും. അത് കഴിഞ്ഞാൽ പിന്നെ ലതയ്ക്ക് സമാധാനമായിട്ടിരിക്കാം. 2-3 ദിവസത്തിന്റെ ആവശ്യമൊന്നുമില്ല. വിത്തിൻ അവേഴ്സ് കണ്ടുപിടിച്ചിരിക്കും. അതെങ്ങനെ? ഐ എം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഒരു ഗ്ലാസ് അല്ലേ? എന്നാ ഞാൻ വരട്ടെ. ഓ, അത് ഏത് ബുക്കാണ്? സിഡ്നി ഷെൽഡന്റെ. സിഡ്നി ഷെൽഡൻ എന്റെ പ്രിയപ്പെട്ട ഓതറാണ്. ഞാനൊന്ന് വായിച്ചിരുന്നാ പോരെ? ആണോ? മതിയല്ലോ. ആ. ഞാൻ വരട്ടെ. അല്ല, ഗ്ലാസ് പൊട്ടിക്കിടക്കുന്ന അവിടെ. ഇപ്പൊ ഈ ബുക്കിന്മേൽ അവളുടെ വിരലടയാളം പതിഞ്ഞിട്ടുണ്ട്. തലയിടത്ത് വല്ലതും വേണോടാ നാഞ്ഞൂലേ? ഇതാണ് ഞാൻ സോറി 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 സോറി. ഹരിയോ? എനിക്ക് അത്യാവശ്യമായിട്ട് കാര്യം പറയാനുണ്ട്. ഞാൻ സ്റ്റേഷനിലേക്ക് പോവുക. നമുക്ക് ജീപ്പിൽ ഇരുന്ന് സംസാരിക്കാം. മിസ്റ്റർ ഹരി എവിടെ? അകത്തുണ്ട്. മിസ്റ്റർ ഹരിഹരൻ എവിടെ? എന്നോട് എന്തിനാ വരാൻ പറഞ്ഞത്? ഇവരൊക്കെ എന്താ ഇവിടെ? ഞാൻ പറയാം.
ഈ തോക്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ഉണ്ട്, മനുഷ്യരക്തത്തിന്റെ കറയും. അതെങ്ങനെ സംഭവിച്ചു? പ്ലീസ് എക്സ്പ്ലെയിൻ. നോ, എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്ത് സംഭവിച്ചോ അതങ്ങ് തുറന്നു പറഞ്ഞേക്ക്. മറ്റു പോംവഴികളൊന്നും ഇല്ലാത്തതുകൊണ്ടാ. എനിക്കൊന്നും അറിഞ്ഞൂടാ. പ്ലീസ് ടെൽ ദ ട്രൂത്ത്. നീ കുറച്ച് അങ്ങോട്ട് വന്നേ, ഞാൻ പറയിപ്പിക്കാം. പ്ലീസ് പോകരുത്. എങ്കിൽ പറയൂ, എന്താണ് സംഭവിച്ചത്? ഈ തോക്കിൽ നിങ്ങളുടെ കൈരേഖ എങ്ങനെ വന്നു? പറയൂ. Come on, tell me. Come on, tell me. ഞാൻ പറയാം. രാജി പൈസയ്ക്ക് വേണ്ടി ചേച്ചിയെ വിളിച്ചത് എന്റെ മുറിയിലെ ഫോണിലൂടെ ഞാൻ കേട്ടു. പറഞ്ഞ 4 ദിവസം കഴിഞ്ഞു. പൈസയുമായി നേരെ പുറമ്പത്ത് റോഡിൽ വലതുവശത്ത് കാണുന്ന ആദ്യത്തെ വീട്ടിൽ വരിക. അതൊരു 2 നില കെട്ടിടമാണ്. ഒരിക്കലും മിസ്സാവില്ല. വന്നില്ലെങ്കിൽ അച്ഛനെ കുറിച്ചുള്ള രഹസ്യം മുഴുവൻ നാളെ നാട്ടിൽ പാട്ടാവും. പൈസ ഇതുവരെ ശരിയായിട്ടില്ല. അല്പം കൂടി സമയം വേണം. ഇനി അവധിയില്ല. നാളെ രാവിലെ വരെ ഞാൻ കാക്കും. വന്നില്ലെങ്കിൽ അവളെ അപ്പൊ തന്നെ നേരിട്ട് കാണാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ അച്ഛനെ കുറിച്ച് എന്ത് രഹസ്യമാണ് അവൾ സൂക്ഷിക്കുന്നതെന്ന് എനിക്കറിയണം. എന്റെ അച്ഛനെ കുറിച്ച് എന്ത് രഹസ്യമാണ് നീ സൂക്ഷിച്ചിരിക്കുന്നത്? നീ ആരാണ്? ലതയാണോ? എന്റെ അച്ഛനെ കുറിച്ച് നിനക്ക് എന്തറിയാം? പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ? രഹസ്യം എന്താന്ന് ആദ്യം പറ. പൈസ എവിടെ? രഹസ്യം എന്താണെന്ന് പറ. നാട്ടുകാരറിയുമ്പോ നീയും അറിഞ്ഞാ മതി. പറയാതെ നിന്നെ ഞാൻ വിടൂല. ഞാൻ ചോദിച്ച പൈസ എവിടെ? ഒറ്റ ചില്ലി കാശ് ഞാൻ തരില്ല. മര്യാദയ്ക്ക് പറഞ്ഞു. എന്റെ അച്ഛനെ കുറിച്ച് നിനക്ക് എന്തറിയാം? അവളെ കൊല്ലണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. പിടിക്കും വലിക്കും ഇടയിൽ ഈ തോക്ക് ആരുടെയാണ്? നിങ്ങളുടെ അച്ഛന്റെ ആണോ? അതെ. ഇതിന് ലൈസൻസ് ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. പ്ലീസ് രാജു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം.
രാജിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എനിക്കൊന്ന് കാണണം. എന്തിനാ? വേണ്ട, എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യണം പ്ലീസ്. ഞങ്ങളിപ്പോ തിരിച്ചു വരും. അതുവരെ അവരെ സൂക്ഷിച്ചോണം. അവരാർക്കും ഫോൺ ചെയ്യരുത്. ഏതെങ്കിലും ഫോൺ വന്നാൽ അവരുടെ ഉണ്ടെന്ന് പറയരുത്. മനസ്സിലായില്ലേ? സാർ. ഉം. ഈ ബുള്ളറ്റ് ചങ്കി തെറിച്ചിട്ടാണല്ലോ രാജി മരിച്ചത്. അതെ. ദിസ് ബുള്ളറ്റ് ഈസ് ഫോർ .38 റിവോൾവർ. ഉം. ദിസ് ഈസ് .32 റിവോൾവർ. കണ്ടോ, ഈ ബുള്ളറ്റ് ഈ തോക്കി പോവില്ല. അപ്പൊ ഈ തോക്ക് ഉപയോഗിച്ച് രാജിയെ കൊന്നുവന്ന് മാലിന് പറയുന്ന നുണയല്ലേ? അവള് കുറ്റം സമ്മതിച്ചു കഴിഞ്ഞില്ല, പിന്നെന്താ? ഡോണ്ട് ടോക്ക് ലൈക്ക് an idiot. നിനക്കിപ്പോ ഒരു പ്രതിയാണോ ആവശ്യം? ഒരുപക്ഷെ അവൾ 2 തോക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ. 12 തോക്കാണ് അവൾ ഉപയോഗിച്ചത്. ഞാൻ പോലും പറഞ്ഞാൽ കുറച്ച് കൂടുതൽ. അങ്ങനെയെങ്കിൽ ഈ .38 ബുള്ളറ്റ് എങ്ങനെ അവളുടെ ബോഡിയിൽ വന്നു? അത് എനിക്ക് അറിഞ്ഞൂടാ, നിനക്ക് അറിഞ്ഞൂടാ. സോ ലെറ്റ് us wait and see. അപ്പൊ ഞാൻ കൈ കിട്ടിയ പ്രതിയെ വെറുതെ വിടണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. നീ ചാടി കയറി കേസ് ഒന്നും രജിസ്റ്റർ കളയരുത്. എടാ, പ്രതിയെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. നിയമമുണ്ട്. നിയമമൊക്കെ എനിക്കും അറിയാം. 24 മണിക്കൂറല്ല, വേണമെങ്കിൽ 24 ദിവസം ഒരു പ്രതിയെ ഒരു റെക്കോർഡും കൂടാതെ നിങ്ങൾക്ക് ലോക്കപ്പിൽ വെക്കാം. ഒരു നിയമം അതിന് ബാധകമല്ല. ഇതുപോലെ എന്തെങ്കിലും അത്യാവശ്യ കാര്യം വരുമ്പോ പിന്നെ എല്ലാം നിയമത്തിന് പുറത്തുകൂടെ ഓടും. ഒരു കുറ്റവാളിയും രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല സുഹൃത്തെ. അവള് കുറ്റസമ്മതം നടത്തി എന്നുള്ളത് വാസ്തവം. പക്ഷേ അവള് പറഞ്ഞതിൽ ഇണങ്ങാത്ത പല കണ്ണികളുണ്ട്. ഒന്ന്, ഈ ബുള്ളറ്റ്. 2, ഒരു ഒറ്റയ്ക്ക് ആ ഡെഡ് ബോഡി ഇത്രയും ദൂരെ കൊണ്ടുപോയി കത്തിക്കുവോ? ഇനിയിപ്പോ കേസ് നടത്തി അവള് നിരപരാധിയാണെന്ന് തെളിഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഒരു കൊലക്കേസിലെ പ്രതിയായിരുന്നു എന്നുള്ള മാനക്കേട് അവള് വിട്ടുപോകുമോ? ആസ് എ പോലീസ് ഓഫീസർ നിനക്ക് നിന്റെ ഡ്യൂട്ടി ചെയ്യാം. പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. 24 മണിക്കൂർ സമയം നീ എനിക്ക് തരണം. അതിനുള്ളിൽ ഒരാളെ എനിക്ക് കണ്ടുപിടിക്കാനുണ്ട്. അതുവരെ നീ അവൾക്കെതിരായിട്ട് മൂവ് ചെയ്യരുത്. 24 മണിക്കൂർ കഴിഞ്ഞാൽ നിന്റെ ഇഷ്ടം പോലെ.